morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Find the Fourier sine integral of f of x is equal to pi minus x if 0 less than x less than pi, 0 if x greater than pi. ഈ മെയ് 2024 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോറിയർ സൈൻ ഇന്റഗ്രൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോറിയർ സൈൻ ഇന്റഗ്രൽ. അപ്പോൾ ആദ്യം തന്നെ ഫോറിയർ സൈൻ ഇന്റഗ്രലിന്റെ ഫോർമുല എഴുതാം. ഫോറിയർ സൈൻ ഇന്റഗ്രൽ f of x. f of x in the formula എന്താണ്? f of x equal to integral 0 to infinity. Integral 0 to infinity b lambda sin lambda x d lambda. So first we write the formula for Fourier sine integral. f of x is equal to 0 to infinity b lambda sin lambda x d lambda, where b lambda is equal to b lambda യുടെ വാല്യൂ എന്താണ്? 2/pi integral 0 to infinity 2/pi integral 0 to infinity f of x sin lambda x dx. f of x into sin lambda x dx. അപ്പോൾ b lambda യുടെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്ത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫോറിയർ സൈൻ ഇന്റഗ്രലിന്റെ വാല്യൂ കിട്ടും. ഇനി നമുക്ക് അത് ഇന്റഗ്രേറ്റ് ചെയ്യാം. 2/pi ഇവിടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? 0 മുതൽ പൈ വരെ ഫംഗ്ഷന്റെ വാല്യൂ പൈ മൈനസ് എക്സ് ആണ്. 0 മുതൽ പൈ വരെ ഫംഗ്ഷന്റെ വാല്യൂ പൈ മൈനസ് എക്സ് ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ പൈ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതാം? 0 to പൈ ഉണ്ടോ? ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് പൈ. ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? പൈ മൈനസ് എക്സ്. ഫംഗ്ഷന്റെ വാല്യൂ pi minus x. Then sin lambda x dx. അപ്പോൾ നമ്മൾ ഫംഗ്ഷന്റെ വാല്യൂ കൊടുത്തു, ഫംഗ്ഷന്റെ ലിമിറ്റ് കൊടുത്തു. അപ്പോൾ നമുക്ക് 2/pi 0 to pi pi minus x sin lambda x dx. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2/pi ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യാം. pi minus x ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക, sin lambda x സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് pi minus x into ഫസ്റ്റ് ഫംഗ്ഷൻ into ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് sin lambda x ന്റെ ഇന്റഗ്രൽ എന്താണ്? minus cos lambda x divided by lambda. minus cos lambda x by lambda minus derivative of first pi minus x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? -1 minus cos lambda x by lambda യുടെ ഇന്റഗ്രേഷൻ എന്താണ്? minus sin lambda x by lambda square. Integration part is over 0 to pi. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2/pi ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇവിടെ x നാണ് കൊടുക്കുന്നത്. x ന് പൈ കൊടുക്കുമ്പോൾ pi minus pi എന്താണ്? 0 ആയി പോകും. ഫസ്റ്റ് ടൈം 0 ആയി പോകും. ഇവിടെ നോക്കിയേ 1 2 3 മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് sin lambda pi divided by lambda square. അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോൾ ഒരു വാല്യൂ കിട്ടി, ഒരു വാല്യൂ 0 ആയി. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കണം. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ x നാണ് 0 കൊടുക്കുന്നത്. അപ്പോൾ pi minus 0 pi into -1 into ഇവിടെ cos 0 എത്രയാണ്? pi minus -1 into cos 0 1 by lambda. ഇനി രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോഴോ sin 0 0 sin 0 0. അപ്പോൾ നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. therefore 2/pi then minus sin lambda pi by lambda square. ഇവിടെ മൈനസ് മൈനസ് മുറിച്ച് പ്ലസ് ആവും. പ്ലസ് pi by lambda മൈനസ് sin lambda pi by lambda square plus pi by lambda. That is equal to ഈ പ്ലസ് ഉള്ള ടൈം ആദ്യം എഴുതാം. 2/pi pi by lambda minus sin lambda pi divided by lambda square. ഇതാണ് ഇതിന്റെ ആൻസർ. ബി ലാംഡയുടെ ആൻസർ. അപ്പൊ ബി ലാംഡയുടെ ആൻസർ കിട്ടി കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് എഴുതാം? therefore ഫംഗ്ഷൻ ഫോറിയർ സൈൻ ഇന്റഗ്രൽ എഴുതാം. ഫോറിയർ സൈൻ ഇന്റഗ്രലിന്റെ ആൻസർ ഈ ബി ലാംഡയിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ബി ലാംഡയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ
f of x is equal to integral 0 to infinity b lambda എന്താണ് 2 by pi pi by lambda minus sin lambda pi by lambda square sin lambda x d. ഇതാണ് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ കേട്ടോ. ഈ പ്രോബ്ലത്തില് നമ്മള് f of x എന്നുള്ള ഫോറിയർ സൈൻ ഇന്റഗ്രൽ എഴുതിയ 2 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ b ലാംഡ ഇവിടെ എഴുതി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും. അപ്പൊ 2 4 മാർക്കായി. ഇനി നമ്മൾ ആ ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലിമിറ്റും കൊടുത്താൽ അവിടെ നമുക്ക് 1 മാർക്ക് 2 2 4 5. റിമൈനിങ് പാർട്ടിനാണ് 2 മാർക്ക്. അങ്ങനെ മൊത്തം 7 മാർക്ക്. അവസാനത്തെ ആൻസർ നമുക്ക് കിട്ടുന്നത് എന്താണ് 2 by pi pi by lambda minus sin lambda pi by lambda square. ഇതെന്ത് ചോദിച്ചതാണ്? ഈ മെയ് 24 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.